SFI മൃഗീയ ഭൂരിപക്ഷത്തിൽ സ്വാഭാവികമായും ജയിക്കുന്ന ഒരു സർവകലാശാലയാണ് കണ്ണൂർ സർവകലാശാല. അപ്പോൾ അവിടെ ബോധപൂർവം സംഘർഷം ഉണ്ടാക്കി കള്ളവോട്ട് ചെയ്ത് യൂണിയൻ പിടിച്ചടക്കാം എന്ന് ചിലർ ധരിക്കുന്നത് കൊണ്ടാണോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്? വിശദാംശങ്ങൾ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, SFIക്ക് മൃഗീയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ വേണ്ടി കഴിയുന്ന യൂണിയനാണ് കണ്ണൂർ സർവകലാശാല യൂണിയൻ. അവിടെ സുഗമമായി തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളത് SFIയുടെ ലക്ഷ്യമാണ്. SFIയുടെ താല്പര്യവും അതാണ്. സംഘർഷമുണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക എന്നുള്ളത് ഒരിക്കലും SFIയുടെ താല്പര്യമാവില്ല. അത് എതിരാളികളുടെ താല്പര്യമാണ്. ആ താല്പര്യമാണ് ഇവിടെ സംഘർഷത്തിനിടയാക്കിയത് എന്ന് വേണം കാണാൻ. ഇപ്പോൾ ഒരു ബസ്സിൽ കുറേ ആളുകൾ വന്നിട്ട് ആയുധവും മറ്റുമായി വന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇന്ന് കാലത്ത് സംഘർഷം ഉണ്ടായപ്പോൾ ഞാൻ അക്രമത്തിൽ പരിക്ക് പറ്റിയ SFI നേതാവിനെ കാണാൻ വേണ്ടി ജില്ലാ ആശുപത്രിയിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ആയുധമെടുത്ത് തലക്ക് അടിച്ച് എന്നിട്ട് അതിൻ്റെ ഫലമായിട്ട് തലയിൽ സ്റ്റിച്ച് ഉൾപ്പെടെ അതിൻ്റെ ഫലമായി മാരകമായ സംഘർഷം ഉൾപ്പെടെ പരിക്കുൾപ്പെടെ പറ്റിയിട്ടുള്ള വിദ്യാർത്ഥി നേതാവിനെ ഞാൻ അവിടെ കണ്ടു. അപ്പോൾ ഇവിടെ സംഘർഷമുണ്ടാക്കിയിട്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ സംഘർഷം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ബസ്സിൽ ഒരു സംഘം വന്നിട്ടുണ്ട്. പോലീസ് അടിയന്തരമായിട്ടും ആ ബസ് പരിശോധിക്കണം. അതിലെന്തൊക്കെ ആയുധങ്ങളാണ് കൊണ്ടുവന്നതെന്ന് പരിശോധിക്കണം. ഇപ്പോൾ MSF എന്ന് പറയുന്നത് പഴയ MSF അല്ല. മുസ്ലിം ലീഗും പഴയ മുസ്ലിം ലീഗല്ല. ഇപ്പം മുസ്ലിം ലീഗും SDPIയും ഇതര തീവ്രവാദ സംഘടനകളും തമ്മിൽ വ്യത്യാസമില്ലാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. സാധാരണ നിലയിൽ മുസ്ലിം ലീഗ് MSF അങ്ങനെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവരല്ല. എന്നാൽ അവർക്കിപ്പോൾ ബാക്കപ്പ് കിട്ടിയിരിക്കുകയാണ്. നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPIയുടെയും ഒക്കെ പിൻബലം കിട്ടിയിരിക്കുകയാണ്. ആ പിൻബലത്തോടുകൂടി ആയുധമായി ഈ ക്യാമ്പസിൽ ഇത്തരം ആളുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഈ ക്യാമ്പസിൽ സംഘർഷമുണ്ടാക്കുക എന്നുള്ളത് SFIയുടെ ലക്ഷ്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം മൃഗീയ ഭൂരിപക്ഷത്തിൽ SFI ജയിക്കുന്ന ഒരു ക്യാമ്പസിൽ, ഒരു സർവകലാശാലയിൽ SFI സംഘർഷമുണ്ടാക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്തിനാണ് SFI പ്രവർത്തകരല്ലാത്ത യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർ കാലത്ത് മുതൽ ഇവിടെ തമ്പടിച്ചത് എന്തിനാണ്? അവരെന്തിനാണ് ആയുധങ്ങളുമായിട്ട് ഈ ക്യാമ്പസിൽ വന്നത്? ഇവിടെ ആരോപിക്കപ്പെടുന്ന ഒരു കാര്യം, ഏറ്റവും അവസാന ഘട്ടത്തിൽ മറ്റ് ഉള്ളവരുടെ ഐഡൻറ്റിറ്റി കാർഡുമായിട്ട് വ്യാജ വോട്ട് ചെയ്യാൻ വേണ്ടി ചിലർ എത്തിയെന്നാണ്. അവരെ അടിയന്തരമായിട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാമെന്ന് ധരിച്ചിട്ടാണ് ചിലർ ഇവിടെ വന്നിട്ടുള്ളത്. അവർക്കെതിരായിട്ട് കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട പോലീസ് അധികാരികളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ സംഘർഷത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് എല്ലാ വിദ്യാർത്ഥികളൊന്നടങ്കം പിന്മാറാൻ വേണ്ടി തയ്യാറാവണം. അതിന് കൂട്ടുനിൽക്കുന്ന സമീപനം മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായാലും ശരി, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായാലും ശരി, ആ സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്നുകൂടി ഞാൻ അവരോട് ആവശ്യപ്പെടുകയാണ്.